രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനോടാണ് വോക്സിന് ചോദിക്കാനുള്ളത്. രാഹുലെ, നിങ്ങളെ കുറെ കൂടിയൊക്കെ പ്രോമിസിംഗ് ആയി ഞങ്ങൾ കരുതിയിരുന്നു. നിങ്ങൾ യുവാക്കളുടെ ശബ്ദമായി ഈ നാടിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു നേതാവായി ഞങ്ങൾ നിങ്ങളെ കണ്ടിരുന്നു. ഒരു ചാനൽ നിങ്ങൾ എം സുരാജിൻ്റെ നിലപാടിനെതിരെ നിങ്ങൾ സ്വീകരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീണ്ടും വന്നിട്ട് ആ ചാനലിനെ ആക്രമിക്കുന്നത് കണ്ടു. ആ ചാനലിൻ്റെ മുൻപ് എം സുരാജ് ആ ചാനലിനെതിരെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ചാനൽ നിങ്ങളിലെ വ്യക്തിയെയോ നിങ്ങളെയോ അല്ല കിടന്നാക്രമിച്ചത്. നിങ്ങൾ അവിടെ എടുത്ത ഒരു സ്റ്റാൻഡിനെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ആദ്യം ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നത്. ഒരു പ്രോഗ്രസീവായ രാഷ്ട്രീയത്തെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായി നിങ്ങളെ കണ്ടുപോയി. അതിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഭംഗം വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ സുരാജ് പറഞ്ഞ ഒരു നിലപാടുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ എപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവഹാനി സംഭവിക്കുന്നതാണ്. ഈ നാട്ടിൽ 16 ജീവനുകൾ ഈ സിന്ദൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഇന്ത്യ പാക് കലാപങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ 16 സഹോദരന്മാർ. പാകിസ്ഥാനിലും ഉണ്ടാവും അത്തരത്തിലുള്ള അപകടങ്ങൾ, മരണങ്ങൾ. ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിർത്തിയിലല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ള ഒരു ലാഭം ഇങ്ങനെ കൈയാളുന്നത് കൊണ്ട് നമുക്ക് യുദ്ധം ഒരു വാർത്തയായി മാത്രമായി കൂടാ. യുദ്ധത്തെ എപ്പോഴും നമ്മൾ അപലപിക്കുകയും യുദ്ധം ഈ നാട്ടിൽ നാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ, BJPയെ, സംഘപരിവാറിനെ, പാകിസ്ഥാനിനെ ഒക്കെ അനുകൂലിക്കുന്ന നിലപാടാണ് CPMന്റെ, സുരാജിന്റെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രമേൽ സ്വയം അപഹാസ്യനായിപ്പെടുന്നു നിങ്ങൾ എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് CPM ഒരു നിലപാട് പറയാൻ, CPMന്റെ നിലപാടിനെ മറന്ന്, പഴയകാല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മറന്ന് പല നേതാക്കളും ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളായി മാറുമ്പോൾ എം സുരാജിനെ പോലെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഈ നാട്ടിലെ മതേതരത്വത്തെ എങ്ങനെ നിലനിർത്തണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. CPMന്റെ ആ ഒരു ഏക സിദ്ധാന്തത്തെ ഇന്നും മുറുകെ പിടിക്കുന്ന വിരലിലെണ്ണാവുന്ന ചുരുക്കം ഒരാളായി സുരാജ് ഇവിടെ ജീവിച്ചിരിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ ബാബരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ബാബരി മസ്ജിദിൽ അയോധ്യ രാമക്ഷേത്രത്തിന് അനുകൂലമായി ഈ നാട്ടിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ സുരാജ് പറഞ്ഞതെന്താ? സമകാലിക ഇന്ത്യയിൽ മറ്റൊരു വിധി നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നല്ലേ? അപ്പോൾ അത്രമേൽ ഈ നാടിന്റെ സമകാലിക രാഷ്ട്രീയത്തെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ സമീപിക്കുന്ന സുരാജ് ഈ യുദ്ധാവേശത്തിലും എന്താ പറയാ? എന്താണ് പറയേണ്ടത്? ഇവിടെ നടക്കുന്ന വലിയ രീതിയിൽ ഈ നാട്ടിൽ യുദ്ധം ആഘോഷിക്കപ്പെടുന്നു. മാധ്യമങ്ങൾ യുദ്ധത്തെ റേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. പല ഫേക്ക് ചിത്രങ്ങളും ഇറാനിലെയും യുക്രൈനിലെയും അമേരിക്കയിലെയും ഒക്കെ പല രാജ്യങ്ങളിൽ പല സമയത്ത് പിന്നാമ്പുറങ്ങളിൽ നടന്നുപോയ യുദ്ധത്തിന്റെ വിഷ്വലുകൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് കറാച്ചി ആക്രമിച്ചു, പാകിസ്ഥാൻ ഇവിടെ ആക്രമിച്ചു, ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യുദ്ധം ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വലിയ രീതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടുമ്പോൾ ഈ യുദ്ധാവേശം, ഈ യുദ്ധക്കൊതി നല്ലതല്ല. ഈ നാട്ടിൽ ഇവിടെ ലോക യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ അംഗപരിമിതരാക്കുന്ന, ഈ നാട്ടിലെ ജീവവായുവിനെ ഇല്ലാതാക്കുന്ന, ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വൈര്യവിഹാരത്തെ അവസാനിപ്പിക്കുന്ന, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ അതിനെ പാകിസ്ഥാനോട് ചേർത്ത് വെക്കുക, അതിനെ സംഘപരിവാറിനോട് ചേർത്ത് വെക്കുക, അതിനെ ഒരു BJP ഹാൻഡിലാക്കി മാറ്റുക. ഇതെല്ലാം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കേരളം ഇപ്പോൾ കരുതി വെക്കുന്ന ആ ഒരു പേരിന് ചേർന്നതേ അല്ല നിങ്ങൾ ചെയ്തത് എന്ന് വീണ്ടും ചങ്കൂറ്റത്തോടെ വോക്സ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു മാധ്യമം പറഞ്ഞപ്പോൾ ആ മാധ്യമത്തിനെ പണ്ട് ആ മാധ്യമത്തോട് സുരാജ് ചെയ്ത ഒരു പോസ്റ്റ് എടുത്ത് വീണ്ടും ആ മാധ്യമത്തിനെതിരെ ആൻസർ പറഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കാൻ വീണ്ടും ഉച്ചത്തിൽ പറയുന്നു, ചെയ്തത് തെറ്റ്. യുദ്ധക്കൊതിയെ നിങ്ങൾ അനുകൂലിക്കുന്നു, യുദ്ധാവേശത്തെ നിങ്ങൾ ആഘോഷിക്കുന്നു രാഹുൽ.